നിലാവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ BSF ലാർവ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയുടെ ലാർവ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതും അതെങ്ങനെയാണ് സെപ്പറേറ്റഡ് ആക്കുക എന്നുള്ളതും നമ്മൾ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് തരം തിരിച്ചെടുക്കുക എന്നുള്ളതുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. BSF ലാർവ ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് റെഡിയാക്കിയൊക്കെ വെച്ചേക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാനിത് റെഡിയാക്കാൻ വേണ്ടി എടുത്തേക്കുന്നുണ്ടല്ലോ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ബിന്നുണ്ടല്ലോ, കമ്പോസ്റ്റ് ബിന്ന്, അതാണ് യൂസ് ചെയ്തേക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വാവട്ടമുള്ള ഒരു ബേസിനായാലും മതി. പക്ഷേ ഇത്തിരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിനായാലും അതിൻ്റെ അടിയിൽ കുറച്ച് ഹോളിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ധാരാളമാണ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇതിപ്പോൾ ഇട്ട് വെച്ചിട്ട് ഇതാ 2 ദിവസം ആയതേ ഉള്ളൂ കേട്ടോ. ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് വെറുതെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റ് മാത്രമാണ് കേട്ടോ. പഴത്തുള്ളി, ഉള്ളിത്തുള്ളി, അതുപോലെ പഴം ചീത്ത ആയതുണ്ടെങ്കിൽ അത്, ഉരുളക്കിഴങ്ങ് എൻ്റെ തൊലി, ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഡ്രൈ ആയിട്ടുള്ളതാണ് കൂടുതൽ കിടക്കുന്നത്. അല്ലാതെ ഈ ഫിഷിൻ്റെ വേസ്റ്റ്, അതുപോലെ ഇറച്ചിയുടെ വേസ്റ്റ് അങ്ങനെയുള്ളതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ യാതൊരു സ്മെല്ലും ഇല്ല. 2 ദിവസം ആയപ്പോഴേ ഇതാ ഇവിടെ ചെറുതായിട്ട് ലാർവയൊക്കെ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒരാഴ്ചയായത്, 8 ദിവസമായത് ഞാൻ കാണിച്ചു തരാമേ. ഇതിപ്പോൾ 8 ദിവസമായി കേട്ടോ. 8 ദിവസമായ നമ്മുടെ ബിന്നാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ലാർവയൊക്കെ ഫോം ആയിട്ടുണ്ട് കണ്ടോ. ഇതിനകത്ത് ഇതാ ഇത്ര ആയിട്ടുണ്ട്. 8 ദിവസമായിട്ടേ ഉള്ളൂ. ഇതിനകത്തുനിന്നുള്ള ഇപ്പം ഞാൻ എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ളതല്ല ഇട്ടേക്കണം. എന്നിട്ടായിരുന്നാലും നമ്മൾ ഇതൊക്കെ ഈ പഴമൊക്കെ അതൊക്കെ ചീഞ്ഞ്, അതുപോലെ ചക്കമടൽ ഇങ്ങനെയുള്ളതൊക്കെ ചീഞ്ഞതൊക്കെ വരുമ്പോൾ അതിന് സ്ലറി ഉണ്ടാവുമല്ലോ. അതെല്ലാം ഇതാ ഇതിൻ്റെ അകത്ത് അടിയിലൊരു ബേസൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് അത് വീഴും. ബേസിനോ ഡിഷോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. പഴയ എന്തെങ്കിലും സാധനം യൂസ് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഈ ബിന്നെടുത്ത് ബിന്നിപ്പോൾ എല്ലാവർക്കും കാണണമെന്നില്ല. വാവട്ടമുള്ളൊരു ബേസിനായാലും മതി. അതിനടിയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ടാൽ മതി. ഇതുപോലെ ഈ സ്ലറിയൊക്കെ വരുമ്പോൾ അത് പോകാൻ വേണ്ടി ഹോളിട്ട് കൊടുത്തേച്ചാൽ മതി. ഒരു എന്താ പറയുന്നത് 2 ആഴ്ച, ഇതിപ്പോൾ 8 ദിവസം ആയതേ ഉള്ളൂ. 2 ആഴ്ച ആകുമ്പം നമ്മൾ അന്തിച്ച് പോവാം. അത്രയ്ക്കാണ് ഇതിൻ്റെ അകത്ത് BSF ലാർവ ഫോം ചെയ്യുന്നത്. നമുക്ക് എല്ലാ ആഴ്ചയിലും ഇപ്പം 2 ആഴ്ച ആയത് ഞാനിപ്പോൾ എടുക്കാൻ പോവാണ്. ഇതിപ്പോൾ ഒരാഴ്ച, 8 ദിവസമായത് ഇങ്ങനെ. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും അടുത്തതിനോട്ട് റെഡിയാക്കി വെച്ചേക്കുന്നു. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഓരോന്നിനകത്ത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടി നല്ല അടിപൊളി പ്രോട്ടീൻ ഫുഡ് റെഡിയാക്കി കിട്ടും. എല്ലാവരും പറയുന്ന പോലെ ഇത് റെഡിയാക്കി എടുക്കാൻ എളുപ്പമാണ്, പക്ഷേ സെപ്പറേറ്റ് ചെയ്യാനാണ് പാടെന്നാണ് പറയുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഈസി മെത്തേഡ്, ഒരു പാടുമില്ല. ഇത് റെഡിയാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ച് വേസ്റ്റ് കൂടി അങ്ങോട്ട് ഇടുക എന്നല്ലാതെ വേറെ ഒന്നും യാതൊരു നോക്കില്ല. ആവട്ടെ എന്താ പറയുക, ചകിരിച്ചോറാവട്ടെ, മണ്ണാവട്ടെ, ചാരമാവട്ടെ, ഒരു സാധനവും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടില്ല. ഉള്ളി ആ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് മാത്രമേ ഉള്ളൂ. സ്മെല്ലും ഇല്ല. ഇത്രയും ഇത് മിക്കവാറും ഈ ഫുഡ് വേസ്റ്റ്, മീനും ഇറച്ചി അങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ സ്മെല്ല് വരുമെന്നുള്ളത്. ഞാൻ അങ്ങനെ ഇടാത്തതുകൊണ്ട് പറയാം, യാതൊരു സ്മെല്ലും ഇതിൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ. ഇത്രയും ലാർവയൊക്കെ ഇതിൻ്റെ അകത്ത് ഫോം ചെയ്തിട്ട് നമുക്ക് അതൊരു സ്മെല്ലും വരുന്നില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ ഇത് വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ട് 2 വീക്സ് ആയിട്ടുള്ള നമ്മുടെ ബിന്നൊന്ന് ഓപ്പൺ ചെയ്യാണ്. ഒന്ന് കണ്ടു നോക്കണേ. ഇത് എന്തുമാത്രം ലാവയാണെന്നറിയാമോ അതിനകത്ത് ഫോം ചെയ്തേക്കുന്നത്. അത്രയാ ഒരു ബിൻ നിറച്ചിട്ട് ആ വേസ്റ്റ് ഇതാ ഇത്രയേ ഉള്ളൂ. ഇപ്പം എന്ന് പറയുന്ന കമ്പോസ്റ്റായിട്ട് ഇതാ ഇത്രയായിട്ട് കിട്ടിയേക്കുവാണ്. പക്ഷേ ഇതിനകത്ത് ഫുള്ള് ലാവാസാണ്. നല്ല എന്താ പറയുക, മെച്ചുവായിട്ടുള്ള ലാർവ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതാണ് എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ ഇത് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഈ ബിൻ്റെ അകത്ത് അങ്ങനെ വെള്ളമയം ഒന്നുമില്ല കേട്ടോ. കാരണം ഓൾറെഡി ആ സ്ലറി എല്ലാം അങ്ങ് പോയേക്കുന്നതുകൊണ്ട് അധികം വെള്ളമയം ഒന്നുമില്ല. അപ്പം നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ബേസിൻ്റെ അകത്ത് കുറച്ച് വെള്ളം നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. ഒരു ബേസിനിൽ ഒരു ഹാഫ് വെള്ളം എടുത്തു വെക്കുക. കാരണം ഈ ലാർവ അതിൻ്റെ അകത്തോട്ട് വീണ് കഴിയുമ്പോഴത്തേനും അത് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ആണ് വെള്ളം എടുത്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കാണിച്ചു തരാം. എന്ത് അതിന് മുകളിലായിട്ട് നമ്മൾ ഒരു എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റാണ് കേട്ടോ. ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അതാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ അടിയിലടി ഞാൻ കമ്പി വെച്ചിട്ടുണ്ട്. കാരണം ഈ നെറ്റിൻ്റെ മുകളിലേക്ക് ഈ വേസ്റ്റ് ഇടുമ്പോഴത്തേനും അത് എന്താ പറയുക, താഴേക്ക് കുഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു കമ്പി, ഹോൾസ് ഉള്ളൊരു കമ്പി, അതിൻ്റെ മുകളിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമ്മൾ ഈ വേസ്റ്റ് വാരി അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ ഈ ഹോൾസിൻ്റെ ഇടയിൽ കൂടി ലാർവയെല്ലാം ഈ വെള്ളത്തിലേക്ക് വീഴും. കണ്ടോ, വെട്ടിയ ഉടനെ അങ്ങോട്ട് പൊഴിഞ്ഞ് വീഴുന്നുണ്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നോളൂ. അതങ്ങോട്ട് ഊരിപ്പോരിക്കാൻ വേണ്ടിയാണ് വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത്. ഒരു 3/4 മണിക്കൂർ, മാക്സിമം ഒരു 45 മിനിറ്റ്സ് കൊണ്ട് ഇതിനകത്തിരിക്കുന്ന ആ ലാർവ ഫുള്ള് ഇതിനകത്തോട്ട് വീഴും. നല്ല മെച്ചുറായിട്ടുള്ള, അതായത് തീർത്തും പൊടിയല്ലാത്ത എല്ലാം ഈ വെള്ളത്തിലേക്ക് വീഴും.
നമുക്ക് ഈ കമ്പോസ്റ്റ് അതേപടി ഇട്ട് കൊടുത്താലും കോഴി അത് മൊത്തം അത് ശാപ്പിടും. പക്ഷേ ഇങ്ങനെ സ്ഥിരമായിട്ട് കൊടുക്കുമ്പോഴത്തേനുണ്ടല്ലോ വിരശല്യമൊക്കെ ഉണ്ടായാലെന്ന് കരുതിയിട്ടാണ് ഈ ലാർവ മാത്രമായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ എന്തുമാത്രം ലാർവയാന്ന് നോക്കിയേ. ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ ഈ മെഷീൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ബേസിൻ്റെ അകത്ത് ബാക്കി ഇരിപ്പുണ്ട്. കണ്ടോ, ബാക്കി ഞാൻ തിരിക്കുവാണ്. ഒരു കുറച്ച് ആണ്, ഇത്രയും മാത്രം എടുത്ത് വെച്ചപ്പോഴാണ് ഇത്രയും ലാർവ. നമുക്കിതൊരു ദിവസത്തിന് ധാരാളമാണ്. 2 ദിവസം സൂപ്പറായിട്ട് കൊടുക്കാൻ പറ്റും, ഒരു നേരം കൊടുക്കാൻ പറ്റും. ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡും പ്രോട്ടീൻ ഫുഡും വേറെ ഇല്ല. ഇത് കൊണ്ട് വെച്ചപ്പോഴേ കോഴിയെല്ലാം അവിടെ ബഹളമാണ്. ഇതുകൊണ്ട് അറിയാം, സ്ഥിരമായിട്ട് അറിയാം, ആ പാത്രം കാണുമ്പോഴേ അറിയാം. വൃത്തിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ചാടി ഇങ്ങ് പോകുന്നു ഇതെങ്ങനെയെങ്കിലും എടുത്ത് കഴിക്കാൻ വേണ്ടി. അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതിന്. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ഈ വേസ്റ്റ് ഇങ്ങനെ പാഴിക്കളയാതെ, ഒരു 10-5 കോഴിയൊക്കെ ഉള്ള വീടാണെങ്കിൽ പിന്നെ ഇത് നമുക്ക് സുഖമായിട്ട് റെഡിയാക്കി കൊടുക്കാം. ഒരു പാടുമില്ല, കൈയിട്ടളിക്കും ഒന്നും വേണ്ട. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് അരിപ്പ് വെച്ചെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കോഴികളുണ്ടായിട്ടാണ് ഞാൻ ഇത്രയും ലാർവ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് കോഴികളുള്ളവരാണെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റിനകത്ത് കുറച്ചെടുത്തിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ആക്കി കൊടുത്താൽ മതി. ഒരു ബുദ്ധിമുട്ടും ഇല്ല, യാതൊരു പാടുമില്ല. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഇതുമായിട്ട് അങ്ങോട്ട് കോഴിക്കോട്ടിലോട്ട് ചെല്ലേണ്ട താമസം എല്ലാവരും കൂടെ വന്നത് ഒരു മിനിറ്റ് മതി ഇത് ഫിനിഷാക്കാൻ വേണ്ടി. അങ്ങനെ കൊത്തി തിന്നും. പിന്നെ നമ്മൾ മീൻവളത്തിലൊക്കെ ഉള്ളവരാണെങ്കിലുണ്ടല്ലോ നല്ലതാണ്, മീനും ഈ ലാർവ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എനിക്കിപ്പോൾ അത്യാവശ്യം കുറച്ച് മീൻ ഉണ്ട്, അതായത് നമ്മളെ കറിക്ക് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് മീനുകളൊക്കെ ഞാൻ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിനും ഇത് കുറച്ച് ഇട്ട് കൊടുക്കും. മീനിൻ്റെ ഫുഡ് കൊടുക്കും. പിന്നെ അല്ലാത്ത വേസ്റ്റുകളൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇതുപോലെ ലാർവ കൊടുക്കും. അല്ലാതുള്ള എന്താ പറയുക, ചോറോ അല്ലെങ്കിൽ മീൻ ഇറച്ചിയുടെ വേസ്റ്റോ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കൊടുക്കാറില്ല. എനിക്ക് കിടക്കുന്നത് സിലോപ്പി അതുപോലെ ആസാം വാളയാണ് കേട്ടോ, ആ 2 ടൈപ്പാണ് കിടക്കുന്നത്. അപ്പോൾ അവർക്കും ഇതിൻ്റെ വീതം ഇത്തിരി കൊടുക്കും. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലെ കമ്പോസ്റ്റ് നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ ആഴ്ച ഒരിക്കൽ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എല്ലാ ദിവസവും ഇത് റെഡിയാക്കി കിട്ടത്തില്ല. അപ്പോൾ ആഴ്ച ഒരിക്കൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഈ ചക്കയുടെ മടലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ചക്ക മടലുണ്ടല്ലോ, അതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ലാർവ ഹോം ചെയ്ത് കിട്ടും. അതുകൊണ്ട് ഇട്ടേണ്ട താമസം, എല്ലാവരും വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും. ക്യാമറ കണ്ടതിൻ്റെയാണ് ഈ ഓട്ടോ, അല്ലേ ഇങ്ങോട്ട് കയറാൻ എന്നെ സമ്മതിക്കത്തില്ലായിരുന്നു. അതാണ് അവസ്ഥ. ഇവർക്ക് ഈ ബിന്നും ഈ വേസ്റ്റിൻ്റെ ആ ബക്കറ്റ് ബേസിനെ കണ്ടാലേ അറിയാം ഇത് എന്തിനുള്ളതാണെന്നുള്ളത്. പിന്നെ മീനും ഇട്ട് കൊടുത്താൽ അവരും വന്നതിങ്ങ് ശാപ്പിട്ടോളും. മുട്ടയിടാൻ വേണ്ടി പോയി ഇരിക്കുന്നവർ വരെ ചാടിയാൽ പോരുന്നത്. കാരണം മുട്ട പിന്നെ എപ്പോഴായാലും ഇടാമല്ലോ, ഇത് എപ്പോഴും കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് അവർ വരെ ചാടിയങ്ങ് പോരും കേട്ടോ ഈ ഫുഡ് തിന്നാൻ വേണ്ടി. കുറച്ച് കോഴികളൊക്കെ വളർത്തുന്നവരാണെങ്കിൽ സുഖമായിട്ട് ഇതുപോലെ അവർക്ക് ലാർവ നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. യാതൊരു ബുദ്ധിമുട്ടില്ല, എല്ലാ വീട്ടിലും ചെയ്യാവുന്നതേ ഉള്ളൂ. കോഴികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുത്ത് നല്ല എന്താ പറയുക മുട്ട ഉൽപ്പാദനമൊക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ ഇങ്ങോട്ട് കയറുന്നപ്പോൾ അവർ കഴിച്ച് പിന്നെ എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ടത്, പിന്നെ എൻ്റെ കൂടെ പൊടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ ശരി, ബൈ, കാണാം.